പാലക്കാട് എന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതിയ ബോർഡ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. കാരണം മുന്നിൽ പോകുന്ന കണ്ടെയ്നർ ലോറിയുടെ റൈറ്റിലെ ഇൻഡിക്കേറ്ററാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതിനുശേഷം ഈ കണ്ടെയ്നർ ലോറിയെ ഓവർടേക്ക് ചെയ്ത് ഞാൻ ഓവർബ്രിഡ്ജിലേക്ക് കയറിപ്പോയി. ശരിക്കും പോകേണ്ടത് ഇടതുഭാഗത്ത് സർവീസ് റോഡിലായിരുന്നു, പക്ഷെ ഞാനത് മിസ് ചെയ്തു. 10-12 വർഷങ്ങൾ കഴിഞ്ഞു സ്വന്തം നാടായ പാലക്കാട്ടിലേക്ക് വന്നിട്ട്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് പാലക്കാടിന് സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞോ? പണ്ട് ഒലവക്കോട് വഴിയാണ് ഞാൻ മലമ്പുഴ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ വഴി എനിക്ക് ശരിക്കും നിശ്ചയമില്ല. എന്തായാലും അവർ പറഞ്ഞ പോലെ ഓവർബ്രിഡ്ജ് ഞാൻ കയറി ഇറങ്ങി. ഈ ചേട്ടനോടൊന്ന് ചോദിക്കാം. ചേട്ടാ, ഒലവക്കോട് പോയാൽ എങ്ങനെ കറങ്ങണം? ഇതിപ്പോ തെറ്റിപ്പോയി, വഴി ഇതിലൂടെ കയറിപ്പോയി. ഇതിൽ തിരിച്ചു പോകാൻ പറ്റുമോ? വൺ വേ ആണോ? തിരിച്ചാണല്ലേ? ഇതിലൂടെ പോകാനല്ലേ? തിരിയണം, മനസ്സിലായോ? എന്തായാലും പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയി റൈറ്റ് എടുത്തു. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്, പാലക്കാടിൻ്റെ വികസനം. കഴിഞ്ഞ 10-12 വർഷങ്ങൾ കൊണ്ട് പാലക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അന്ന് കണ്ട പാലക്കാടല്ല ഇന്നത്തെ പാലക്കാട്. ഇവിടെ റോഡുകളും ബിസിനസ്സുമൊക്കെ നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഇത്രയും വികസനം വന്നിട്ടുണ്ടോ കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഒരു ജംഗ്ഷൻ കൂടെ കഴിഞ്ഞിട്ട് അല്ല, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ തിരുവനന്തപുരമാണ്. പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായിട്ടില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ സ്വിഗ്ഗിയിലെ സഹോദരൻ എനിക്ക് വഴികാട്ടിയായിട്ട് മുന്നിൽ പോയി. ഒലവക്കോട് വഴി മലമ്പുഴ എത്തണമെങ്കിൽ ഇത്രയൊക്കെ കറങ്ങണമെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും പുള്ളി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും വഴിതെറ്റിയേനെ. എന്നോട് ചിലപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. സത്യമായിട്ടും ഇത്രയും ട്രിപ്പുകളിൽ ഞാൻ ഗൂഗിൾ മാപ്സ് ഉപയോഗിച്ചിട്ടില്ല. ഇനി എന്തായാലും അങ്ങോട്ട് ഉപയോഗിക്കാൻ തന്നെയാണ് തീരുമാനം. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു റോഡും എനിക്ക് പരിചയമില്ല. കാരണം ഞാൻ അന്ന് കണ്ട പാലക്കാടല്ല ഇന്നത്തെ പാലക്കാടെന്നാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത്. പണ്ട് നാട്ടിലേക്ക് വരുമ്പോൾ ബസ് ഇറങ്ങി നടന്നു പോകുന്ന വഴികളൊന്നും ഇന്ന് കാണാനില്ല. ആ വഴികളെല്ലാം ഇന്ന് വലിയ റോഡുകളായി മാറിയിരിക്കുന്നു. എന്തായാലും പുള്ളി പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ റൈറ്റ് എടുത്ത് മുന്നോട്ട് പോയി. പാലക്കാടുള്ള ആളുകളുടെ സൗമ്യമായ സംസാരം കേൾക്കാൻ ശരിക്കും രസമാണ്. പാലക്കാട് ഒരുപാട് വികസിച്ചെങ്കിലും ഇവിടെയുള്ള ആളുകളുടെ സംസാരത്തിന് യാതൊരു മാറ്റവുമില്ല. പാലക്കാട്ടിലെ സിഗ്നൽ പോസ്റ്റുകളെല്ലാം വളരെ വ്യത്യസ്തമാണ്. നല്ല LED ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കളർഫുള്ളാണ്. പക്ഷേ ഇവിടെ സ്ഥലപ്പേരുകളോ ദിശാബോർഡുകളോ വെച്ചിട്ടില്ല. പകരം പരസ്യങ്ങളാണ് മുകളിൽ തൂങ്ങിക്കിടക്കുന്നത്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അങ്ങനെ ഒരുവിധം വഴി കണ്ടുപിടിച്ച് മലമ്പുഴ പോകുന്ന റോഡെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.